ചാന്ദ്രദിന ക്വിസ് LP, UP, HS, HSS പാർട്ട് 6. ആർടെമിസ് ദൗത്യത്തിൽ ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേര് എന്താണ്? ഒറിയോൺ. ആർടെമിസ് ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? SLS സ്പേസ് ലോഞ്ച് സിസ്റ്റം. ഏതൊക്കെയാണ് ആർടെമിസ് ദൗത്യങ്ങൾ? 2 ദൗത്യങ്ങളാണ് കഴിഞ്ഞത്. അതിൽ ആർടെമിസ് 1 2022 നവംബർ 14, ആർടെമിസ് 2 2026 ഏപ്രിൽ 1. 2 മിഷനും അൺക്രൂഡാണ്, അതായത് ബഹിരാകാശ യാത്രികരില്ലാതെ ബഹിരാകാശ പേടകം മാത്രം നടത്തിയ ദൗത്യങ്ങൾ. ആർടെമിസ് 3 അടുത്ത ദൗത്യമാണ്. അതിൽ ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ആർടെമിസ് 4, 5 ദൗത്യങ്ങളും വരാൻ പോകുന്ന ദൗത്യങ്ങളാണ്. അതിൽ ബഹിരാകാശ യാത്രികർ പോവുകയും അതുപോലെ തന്നെ ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്യുക എന്നതാണ് ദൗത്യം. ആകാശത്ത് കാണുന്ന ചന്ദ്രൻ്റെ രൂപം നോക്കി ദിവസം കണക്കാക്കുന്നതിന് പറയുന്ന പേര് തിഥി. എങ്ങനെയാണ് തിഥി കണക്കാക്കുന്നത്? അമാവാസി കഴിഞ്ഞ് 14 ദിവസം ചന്ദ്രൻ്റെ പ്രകാശമുള്ള ഭാഗം കൂടിക്കൂടി വരുന്നു. ഈ ദിവസങ്ങളെ നമ്മൾ വെളുത്ത പക്ഷം എന്ന് പറയുന്നു. അമാവാസി കഴിഞ്ഞ് 1-ാം ദിവസം വെളുത്ത പക്ഷത്തിലെ പ്രഥമ, 2-ാം ദിവസം ദ്വിതീയ, 3-ാം ദിവസം തൃതീയ, 14-ാം ദിവസമാണ് ചതുർദശി. അതിനുശേഷം പൗർണമി. പൗർണമി കഴിഞ്ഞുള്ള 14 ദിവസത്തെ ആണ് നമ്മൾ കറുത്ത പക്ഷമെന്ന് പറയുന്നത്. പൗർണമി കഴിഞ്ഞ് 1-ാം ദിവസം കറുത്ത പക്ഷത്തിലെ പ്രഥമ, 2-ാം ദിവസം ദ്വിതീയ, 3-ാം ദിവസം തൃതീയ. നമുക്ക് ആകെ 30 തിഥികളാണ് ഉള്ളത്. അങ്ങനെയാണ് നമ്മൾ കലണ്ടർ തിഥി എന്ന രീതിയിൽ കണക്കാക്കപ്പെട്ടിരുന്നത്. ആകാശത്ത് ചന്ദ്രൻ്റെ സ്ഥാനം നോക്കി ദിവസത്തെ കണക്കാക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? നാൾ അഥവാ നക്ഷത്രം. നമ്മുടെ കലണ്ടറിലൊക്കെ കാണാവുന്ന നക്ഷത്രങ്ങൾ വെച്ചിട്ടാണ് അന്ന് ഈ കലണ്ടർ രൂപപ്പെടുത്തിയിരുന്നത്. ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണ്? ഇത് 5 എണ്ണമാണുള്ളത്. ഇതേതൊക്കെയാണ്? 1 ട്രോപ്പോസ്ഫിയർ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നത്. 2 സ്ട്രാറ്റോസ്ഫിയർ, 3 മെസോസ്ഫിയർ, 4 തെർമോസ്ഫിയർ, 5 ലാസ്റ്റ് 1 എക്സോസ്ഫിയർ. ഇതൊക്കെയാണ് അന്തരീക്ഷത്തിലെ പാളികൾ. വിമാനം പറക്കുന്നത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിൽ കൂടിയാണ്? സ്ട്രാറ്റോസ്ഫിയർ, അതായത് 2ാമത്തെ അന്തരീക്ഷ പാളി. അറോറ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഭാസം കാണുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? തെർമോസ്ഫിയർ, അതായത് 4ാമത്തെ അന്തരീക്ഷ പാളിയിൽ. ബഹിരാകാശ നിലയങ്ങൾ കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? എക്സോസ്ഫിയർ, ദ ലാസ്റ്റ് പാളിയാണ് എക്സോസ്ഫിയർ. അതിലാണ് ബഹിരാകാശ നിലയങ്ങൾ കാണപ്പെടുന്നത്. നമുക്കറിയാം എല്ലാ മാസവും പൗർണമി, അമാവാസിയുണ്ട്. ഈ പൂർണ്ണചന്ദ്രന്മാർ ഒരേ വലുപ്പത്തിൽ എല്ലാ മാസവും ഒരേ വലുപ്പത്തിലാണോ കാണപ്പെടുന്നത്? ഉത്തരം അല്ല. എല്ലാ മാസത്തെയും പൂർണ്ണചന്ദ്രന്മാർ പല വലുപ്പത്തിൽ കാണാൻ കാരണം എന്താണ്? സൂര്യനും ഭൂമിയും ഭ്രമണം ചെയ്യുന്നത് ദീർഘവൃത്താകൃതിയിലാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതും ദീർഘവൃത്താകൃതിയിലാണ്. അതുകൊണ്ട് ഇവരുടെ തമ്മിലുള്ള ദൂരം ഓരോ സമയത്തും വ്യത്യാസമായിരിക്കും. ആ ഒരു കാരണം കൊണ്ടാണ് പൂർണ്ണചന്ദ്രന്മാർ എല്ലാവരും ഒരേ വലുപ്പത്തിലല്ല കാണുന്നത് എന്ന് പറയുന്നത്. എന്താണ് പെരിജി? നമ്മൾ നേരത്തെ പറഞ്ഞു
ഇവരുടെ ഭൂമിയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ഭ്രമണപഥം ദീർഘവൃത്താകൃതിയിലാണ്. ഈ ചന്ദ്രൻ ഭൂമിയോട് അടുത്ത് വരുന്നതിനെയാണ് പെരിജി എന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മൾ സൂപ്പർ മൂൺ കാണുന്നത്. എന്താണ് അപ്പോജി? ചന്ദ്രൻ ഭ്രമണ സമയത്ത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന സമയമാണ് അപ്പോജി എന്ന് പറയുന്നത്. ഇത് 4,05,000 കിലോമീറ്റർ അകലെയാണ്. ഇതിനെയാണ് നമ്മൾ മൈക്രോ മൂൺ എന്ന് പറയുന്നത്.